ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് RRB NTPC 2025 എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഉണ്ട്. ആ അപ്ഡേറ്റ് നിങ്ങളെ അറിയിക്കാനാണ്. റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജൂലൈ സെപ്റ്റംബർ മാസത്തിൽ ഈ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വരുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ റെയിൽവേയിൽ നിന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, NTPC എക്സാമിനേഷനുകളുടെ വേക്കൻസി അപ്ഡേഷൻ. അത് എത്രമാത്രം വേക്കൻസികളാണ് റെയിൽവേ ഈ വർഷം NTPCയിൽ വിളിക്കുന്നതെന്ന് ഗ്രാജുവേറ്റിലും അണ്ടർ ഗ്രാജുവേറ്റിലും എന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഒപ്പം തന്നെ നിങ്ങളുടെ പഠനം അതിന്റെ പൂർണ്ണ തോതിലേക്ക് തുടങ്ങേണ്ടുന്ന ഒരു സമയമാണ്. റെയിൽവേയുടെ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങ് എത്തുന്നതാണ്. മതിയായ സമയം നമുക്ക് നോട്ടിഫിക്കേഷൻ ശേഷം കിട്ടില്ല എന്നതുകൊണ്ട് തന്നെ പഠനത്തിന്റെ മാതൃക നമ്മൾ ഇപ്പോൾ തന്നെ തുടങ്ങുക. കാരണം സിലബസ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ എന്താണ് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് വന്ന നോട്ടീസ് നോക്കാം. അതിൽ പ്രധാനമായിട്ടും അപ്രൂവ്ഡ് വേക്കൻസീസ് ഓഫ് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് NTPC ഫോർ നോട്ടിഫിക്കേഷൻ 2025. The Railway Board letter number 224/ERRB/25/38 dated 10/10/2024 എന്ന ഒരു നോട്ടീസാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഈ നോട്ടീസ് പ്രകാരം NTPC ഗ്രാജുവേറ്റ് ലെവലിൽ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഓൾ ഇന്ത്യ ലെവലിൽ 615 വേക്കൻസികളാണ് വരുന്നത്. ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 3423 വേക്കൻസികളാണ്. ട്രാഫിക് അസിസ്റ്റന്റ് എന്ന് പറയുന്ന വേക്കൻസിയിലേക്ക് 59 ആണ് വരുന്നത്. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 161 ആണ്. ജൂനിയർ അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നതിലേക്ക് 921 ആണ്. ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് സീനിയർ ഗ്രേഡ് അത് 638 ആണ്. അങ്ങനെ ടോട്ടലായിട്ട് 5817 വേക്കൻസികളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അടുത്തതായിട്ട് ഇനിയും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലാണ്. അവിടെ ട്രെയിൻ ക്ലർക്ക് എന്ന് പറയുന്നൊരു പോസ്റ്റ് ഉണ്ട്. ഇത് ട്രാഫിക് ആൻഡ് ഓപ്പറേറ്റിംഗ് വിങ്ങിലേക്കാണ്. ഇത് പേ ലെവൽ 2 വരുന്ന 77 വേക്കൻസികളാണ് ഇവിടെ വരുന്നത്. ഇനിയും കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് CCTC എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇത് 2424 വേക്കൻസികളാണ്. അക്കൗണ്ടന്റ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇത് 394 പോസ്റ്റാണ്. ഇനി ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നതാണ്. അത് 163 വേക്കൻസികളാണ്. അങ്ങനെ മൊത്തം 3058 വേക്കൻസികളാണ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ വരുന്നത്. അങ്ങനെ 2,08,875 വേക്കൻസികളാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ അത്യാവശ്യം പഠിച്ചു തുടങ്ങുക. നിങ്ങൾ എല്ലാവരും ഓൾ ഓവർ ഇന്ത്യ നടക്കുന്ന മത്സരമാണ്. കഴിഞ്ഞ തവണത്തെ ആപ്ലിക്കൻസിന്റെ എണ്ണമൊക്കെ അറിയാം. നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നിലവാരത്തിൽ തന്നെ തയ്യാറെടുത്ത് പോവുക. വ്യത്യസ്ത ഷിഫ്റ്റുകളിൽ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യനുകളൊക്കെ ഇതിനകത്തൊരു ഘടകമായതുകൊണ്ട് തന്നെ കൃത്യമായ തയ്യാറെടുപ്പുകളായിട്ട് ഇപ്പോൾ തന്നെ തയ്യാറെടുത്താൽ നിങ്ങൾക്ക് ഈ പരീക്ഷ അനായാസം ക്രാക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിച്ചു തുടങ്ങുക എന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും നല്ല മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് സമയബന്ധിതമായിട്ട് സിലബസ് പഠിച്ചു തീർക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ റെയിൽവേ SSC എക്സാമുകളുടെ ഒരു കമ്പൈൻഡ് ബാച്ച് ഓഫ്ലൈനായിട്ട് തന്നെ ഏണസ്റ്റ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടൂര നമ്മുടെ ക്യാമ്പസ് വഴിയാണ് ഈ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നേരിട്ട് തന്നെ വന്ന് ക്ലാസ്സിൽ പങ്കെടുത്ത് പഠിക്കാവുന്നതാണ്. മാത്രവുമല്ല റെഗുലർ ആയിട്ടുള്ള എക്സാമുകൾ ഫിസിക്കലായിട്ട് തന്നെ സിസ്റ്റത്തിൽ ചെയ്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് നമുക്കറിയാം, ഈ ഒരു പരീക്ഷ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ നമുക്ക് അനിവാര്യമാണ്. റെയിൽവേ എന്ന് പറയുന്ന എക്സാമിനേഷൻ ഒരു ഓൾ ഓവർ ഇന്ത്യയിൽ നടക്കുന്ന ടൈപ്പ് കോമ്പറ്റീഷനുള്ള എക്സാമിനേഷൻ ആണ്. പരീക്ഷയുടെ എക്സാം വളരെയധികം ലളിതമാണ്. ഒരുവിധം ഏതൊരാൾക്കും പഠിച്ചെടുക്കാവുന്നതാണ്. എന്നാൽ മത്സരത്തിന് നമ്മൾ വില്ലിംഗ് ആകുക അല്ലെങ്കിൽ ആ കോമ്പറ്റീഷൻ ലെവലിലേക്ക് നമ്മൾ ഉയരുക എന്നത് ഇതിന്റെ പഠനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ ഒരു ലെവലിലേക്ക് പഠിച്ചുയർത്താൻ നിങ്ങളെ സഹായിക്കുന്ന രീതിയിലാണ് നമ്മുടെ കോഴ്സുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ കോഴ്സ് ജോയിൻ ചെയ്യുക. ഈ കോഴ്സുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ അറിയുന്നതിന് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാനാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ജോലി എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് തയ്യാറെടുത്ത് മുമ്പോട്ട് പോകാം. മറ്റൊരു വീഡിയോയിലേക്ക് കാണാം. ഗുഡ് ബൈ.